നാഥാ നിൻ കൃപ മാത്രം, നന്ദിയോടെ സ്തുതി സ്തോത്രം. നാഥാ നിൻ കൃപ മാത്രം, നന്ദിയോടെ സ്തുതി സ്തോത്രം. നീ മാത്രമെൻ തണലെന്നും, നീ മതി എൻ യേശുവേ. നീ മാത്രമെൻ തണലെന്നും, നീ മതി എൻ യേശുവേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 2:19. അവളുടെ അടുക്കൽ ചെല്ലുന്ന ഒരുത്തനും മടങ്ങി വരുന്നില്ല, ജീവൻ്റെ പാതകളെ പ്രാപിക്കുന്നതും ഇല്ല എന്നുള്ള വചനമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഞാനും നിങ്ങളുമൊക്കെ വ്യത്യസ്തങ്ങളായ പല വഴികളിലൂടെയും പല സ്ഥലങ്ങളിലേക്കും കടന്നു പോകുന്നവരും എത്തിച്ചേരുന്നവരുമാണ്. എന്നാൽ നാം പോകുന്നതായ വഴിയെക്കുറിച്ചും നാം ചെന്നെത്തുന്ന മണ്ഡലത്തെക്കുറിച്ചും നാം നല്ല ബോധവാന്മാരായിരിക്കണമെന്നും നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയാത്ത, നമുക്ക് മടങ്ങി വരുവാൻ കഴിയാത്ത വഴികളിലൂടെ നാം യാത്ര ചെയ്യാതിരിപ്പാൻ നാം വളരെ സൂക്ഷിക്കണമെന്നും നമ്മെ പ്രബോധിപ്പിക്കുന്ന, നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു ചിന്ത കൂടിയാണ് ശലോമോൻ ഇവിടെ നമുക്ക് നൽകുന്നത്. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ഏശാവിനോട് ദോഷം ചെയ്ത് വീട്ടിൽ നിന്ന് യാത്ര ചെയ്യുന്ന ഒരു യാക്കോബിനെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ യാക്കോബ് കടന്നു പോകുമ്പോൾ തന്നെ തൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചുള്ള ചിന്ത തനിക്കുണ്ടായിരുന്നു എന്നും തൽഫലമായി ദൈവത്തിൻ്റെ സമയമായപ്പോൾ യാക്കോബിന് അപ്പൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ സഹോദരൻ്റെ സമീപത്തേക്ക് മടങ്ങി വരുവാൻ കഴിഞ്ഞു എന്നും നാം വായിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യാക്കോബ് കടന്നുപോയ വഴി മടങ്ങി വരുവാൻ കഴിയുന്ന വഴിയായിരുന്നു എന്ന് സാരം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും ഇസ്രായേൽ മക്കൾ മിശ്രയീമിൻ്റെ അടിമത്വത്തിനകത്ത് ഒരു കാലഘട്ടം മുഴുവൻ പാർക്കേണ്ടി വന്നു എങ്കിലും അവർക്ക് മടങ്ങി വരുവാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അവർക്ക് മടങ്ങി വരുവാൻ കഴിയുന്നതായ ഒരു പശ്ചാത്തലത്തിലേക്ക് ദൈവം അവരെ കൊണ്ടുവരികയും ചെയ്യുവാൻ ഇടയായിത്തീർന്നു എന്നും മിശ്രയീമിലെ അടിമത്വത്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾ പിതാക്കന്മാരുടെ അവകാശ ഭൂമിയിലേക്ക് അവർക്ക് മടങ്ങി വരുവാൻ കഴിഞ്ഞുവെന്നും ആ ഭാഗവും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യാക്കോബ് കടന്നുപോയ വഴിയും ഇസ്രായേൽ മക്കൾ കടന്നുപോയ വഴിയുമൊക്കെ അവർക്ക് മടങ്ങി വരുവാൻ കഴിയുന്ന ഒരു വഴിയായിരുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 21-ാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ദൈവശബ്ദം കേട്ട് യാത്ര ആരംഭിച്ചതായ ദൈവപുരുഷൻ എത്തേണ്ട ഇടത്ത് എത്തിച്ചേർന്ന് ചെയ്യേണ്ടുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്തെടുത്ത് മടങ്ങി വരുവാനായിട്ടിരിക്കുന്ന സമയത്ത് ദൈവം തന്നോട് പറഞ്ഞതായ വാക്കുകൾക്കപ്പുറത്ത് തൻ്റേതാകുന്ന മുൻപിലേക്ക് വന്ന മാനുഷിക വാക്കുകൾ കേട്ട് അവിടേക്ക് കടന്നു പോകുക നിമിത്തം ദൈവപുരുഷന് താൻ ലക്ഷ്യം വെച്ച സ്ഥലത്തേക്ക് മടങ്ങി എത്തുവാൻ കഴിഞ്ഞില്ല. അതവനെ നാശത്തിലേക്കും തകർച്ചയിലേക്കും കൊണ്ടുപോകുന്നതിന് തൻ്റെ ആ യാത്ര ഇടയാക്കി തീർത്തു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ദൈവപുരുഷൻ ആ വയോധികനായ പ്രവാചകൻ്റെ വീട്ടിലേക്ക് കടന്നുപോയത് മടങ്ങി വരുവാൻ കഴിയാത്ത ഒരു യാത്രയായിരുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനും പറയുന്നത് അതാണ്. നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ എവിടേക്ക് പോകുന്നു എന്ന് നിങ്ങൾ അറിയണം. അവിടെ എത്തിയാൽ നിങ്ങൾക്ക് മടങ്ങിപ്പോരുവാൻ കഴിയുമോ എന്നും നിങ്ങൾ അറിയണം. നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ചില വഴികളിലേക്കുള്ള യാത്രകൾ ഏറ്റവും വലിയ നാശത്തിലേക്കുള്ള വഴിയാകുന്നു. നമുക്ക് മടങ്ങിപ്പോരുവാൻ കഴിയാത്ത തലത്തിൽ നാം അവിടെ ബന്ധിക്കപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ചില വഴികൾ നമ്മുടെ മുമ്പിൽ കിടക്കുമ്പോൾ ആ വഴികളുടെ ആഴങ്ങളും ആ വഴി നമുക്ക് വരുത്താൻ പോകുന്ന വലിയ നാശങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം എത്രയും വേഗത്തിൽ
വഴിതിരിച്ച് മടങ്ങിപ്പോരുവാൻ ഉത്സാഹിക്കേണ്ടതുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് മടങ്ങി വരുവാൻ കഴിയാത്ത വഴികളിലൂടെ നാം കടന്നുപോയിട്ട് നമ്മുടെ നീതി, നമ്മുടെ സത്യം, നമ്മുടെ നിത്യജീവൻ പ്രാപിക്കാൻ തടസ്സമായി തീരാതെ നമുക്ക് മടങ്ങി വരുവാൻ കഴിയുന്ന വഴിയിലൂടെ മാത്രം യാത്ര ചെയ്യുവാൻ ഉത്സാഹിക്കാം. അതിനെൻ്റെ കേൾവിക്കാരെ ദൈവം സഹായിക്കട്ടെ. ദൈവമേ, ഞങ്ങൾ ഒരിക്കലും മടങ്ങി വരുവാൻ കഴിയാത്ത നിലകളിൽ പോകാൻ ഇടയാകാതെ ഞങ്ങൾക്ക് ദൈവത്തിങ്കിലേക്ക്, സത്യത്തിലേക്ക്, ഞങ്ങളുടെ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരുവാൻ കഴിയുന്നൊരു വഴിയിലൂടെ മാത്രം പോകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.